20-18 ലോക്സഭാ മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം കൈവരിച്ച UDF 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ യാതൊരു തരംഗവുമില്ലാതെയാണ് 2024 UDF മികച്ച വിജയം കൈവരിച്ചത്. പക്ഷേ 2019 UDF ലഭിച്ചത് 19 സീറ്റായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 18 കുറഞ്ഞു. പരാജയപ്പെട്ടു പോയത് തൃശ്ശൂരിലും. TN പ്രതാപന് പകരം മുരളീധരനെ മത്സരിപ്പിച്ച് പിടിച്ചെടുക്കുവാൻ കഴിയും തൃശ്ശൂരെന്ന് കരുതിയെങ്കിലും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയിലും BJPയുടെ സംഘടനാ പ്രവർത്തനത്തിന് പുറത്തും കോൺഗ്രസും ഇടതുപക്ഷവും പരാജയപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ തൃശ്ശൂരിൽ മാത്രമായിരുന്നില്ല BJPയുടെ മുന്നേറ്റം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ പ്രാതിനിധ്യം പ്രകടിപ്പിക്കുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇടതു കോട്ടയായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ KC വേണുഗോപാൽ മത്സരിച്ച ആലപ്പുഴയിൽ. ആ ആലപ്പുഴയിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച BJP കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായ കോൺഗ്രസിനല്ലേ അത് വലിയ ഭീഷണിയാകുക എന്ന ചോദ്യത്തിന് KC വേണുഗോപാൽ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ആ പ്രചരണം തന്നെ തെറ്റായ കാര്യമാണ്. ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ്. അത് BJPയുടെ കടന്നുകയറ്റാനും കാണാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയൊരു വിജയമാണ്. അല്ലാണ്ട് അവർ ജയിക്കാൻ അവർ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ജയിച്ചില്ല? അപ്പോൾ അതിനൊന്നും അങ്ങനെ കാണേണ്ട കാര്യമില്ല. കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ജനങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങളോട് വളരെ യോജിപ്പുണ്ട്. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം, സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള പോരാട്ടം, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗ്യാരണ്ടികൾ, ഇതിലൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലം ബോഗസ് ഭരണമാണെന്നത് അവർ വിശ്വസിച്ചു. KC വേണുഗോപാലിനെ സംബന്ധിച്ച BJP കേരള രാഷ്ട്രീയത്തിലേക്ക് യാതൊരു തരത്തിലുമുള്ള മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് തൃശ്ശൂരിൽ മാത്രമാണ് BJPക്ക് വിജയിക്കുവാൻ സാധിച്ചത്. അതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിന്റെ വ്യക്തിപ്രഭയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഒരു താൽക്കാലിക മുന്നേറ്റമായി മാത്രം കണ്ടാൽ മതി എന്നാണ് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയുടെ MPയുമായ KC വേണുഗോപാൽ പറയുന്നത്. BJPക്ക് കേരളത്തിലേക്ക് വലിയ മുന്നേറ്റമൊന്നും നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അത് തിരുവനന്തപുരമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായിരുന്നു. അവിടെ വിശ്വപൗരനായ ശശി തരൂർ 3 തവണ അടുപ്പിച്ച് MPയായി വിജയിച്ചു വന്നിട്ടും പലതരത്തിലുള്ള പ്രതിരോധത്തിനെ എതിർത്തുകൊണ്ട് വേണമായിരുന്നു വിജയത്തിലേക്ക് വരുവാൻ. എതിർഭാഗത്ത് ശശി തരൂരിനെതിരായി മത്സരിക്കുന്നത് ശശി തരൂരിനോളം പ്രഗത്ഭനായ മുൻ കേന്ദ്രമന്ത്രിയായ നായർ വോട്ടുകളിൽ കൃത്യമായ സ്വാധീനമുള്ള, എലൈറ്റ് വോട്ടുകളിൽ കൃത്യമായ സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടില്ലേ എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ മാത്രമുണ്ടായ BJPയുടെ വിജയം സ്വാഭാവികമായും അത് താൽക്കാലികപരമായ ഒരു വിജയമാണ്. നിലവിലത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിദ്വേഷത്തിന്റെ ഭാഗമായി അവർ BJPക്ക് വോട്ട് ചെയ്തതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ വിരുദ്ധ വികാരം മാറും. അവർ കോൺഗ്രസിലേക്ക് തിരികെ വരും. നിലവിൽ തൃശ്ശൂരിലുണ്ടായ വിജയം അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയിൽ ഉണ്ടായ വിജയമാണ്. അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി എന്ന തരത്തിലേക്കാണ് KC വേണുഗോപാൽ പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകളിൽ പ്രധാനമായും ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടായ ഒരു വ്യത്യാസം അത് കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് BJPക്ക് അനുകൂലമായി മാറിയത് കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂരിൽ മാത്രം കുറച്ച്, ബാക്കി എല്ലായിടത്തും ഞങ്ങളുടെ എല്ലാ സീറ്റുകളും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എല്ലാം നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ആരെങ്കിലും വോട്ട് അതൊരു സമൂഹത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയല്ല. അവിടെയും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം താൽക്കാലികപരമായ ഒരു നേട്ടം മാത്രമാണ്. കുറച്ച് വോട്ടുകൾ എല്ലാ വിഭാഗത്തിൽ നിന്നും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയുടെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരു വലിയ കമ്മ്യൂണിറ്റിയെ, ഒരു വലിയ സമുദായത്തെ അത്തരത്തിൽ BJPയിലേക്ക് അവർ ഒഴുകിപ്പോയി എന്ന തരത്തിലേക്ക് ഒരു വാർത്തയൊന്നും പടച്ചുവിടേണ്ട യാതൊരു സാഹചര്യവും നിലവിലത്തെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി BJPക്ക് വോട്ട് വർദ്ധിച്ചതിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരവും, ഒപ്പം തൃശ്ശൂരിൽ BJP വിജയിച്ചതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയൊക്കെ തന്നെയാണ്. സിനിമാ താരം എന്ന മേൽക്കൈയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ BJPക്ക് ഇല്ല. BJPക്ക് യാതൊരു വിജയവും കേരളത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്.